ഒരു അകത്തളമാണ്. ഈ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്കൂളോ കോളേജുകളോ ഒക്കെ ആയിരുന്നേ പണ്ട് കാലത്ത്. ഓരോ ഭാഷയിൽ ഉള്ളതാണെന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ പോയ സ്ഥലങ്ങളിലുള്ള ഈ പള്ളികളുടെ പോലെയുള്ള ഫോട്ടോകളെല്ലാം പള്ളിയല്ല, എല്ലാം തന്നെ പഴയ യൂണിവേഴ്സിറ്റികളും എഡ്യൂക്കേഷൻ സെൻറ്ററും ഒക്കെ ആയിരുന്നു. സിൽക്കിൻ്റെ ഇതാണ് കാണിക്കുന്നത്. കാരണം സമർഖണ്ഡ് മറ്റേ സിൽക്ക് റൂട്ടിലെ മെയിൻ സ്ഥലമായിരുന്നു പണ്ടത്തെ. അത് ഇന്ത്യയിൽ നിന്ന് വരുന്ന സിൽക്കിൻ്റെ 7 ഡിഫറെൻ്റ് ടൈപ്പ് റൈറ്റിംഗ് ആണ് അറബിയിൽ കാണിക്കുന്നത്. സമർഖണ്ഡെന്ന് എഴുതിയേക്കുന്നതാണ് കാണിക്കുന്നത്. 7 രീതിക്ക് എഴുതിയേക്കുവാണ് സമർഖണ്ഡെന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഷോപ്പായിട്ടിരിക്കണൊക്കെ പണ്ടത്തെ ഡോർമെട്രി ആയിരുന്നു. അങ്ങനെ ഒരു പഴയ ഡോർമെട്രിയിലാണ് നമ്മൾ കയറുന്നത്. അതിപ്പോൾ ഷോപ്പായി. പേപ്പർ മൾബറി ട്രീ എന്നുള്ള ഇത് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് ഖുറാൻ. Because he picked up hadith, words of prophet, and his book Al-Jami Al-Sahih, second important book after Holy Quran, and he was buried in Samarkand. And next year, inshallah, ഇതുണ്ട് ഇവിടെ ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ സമർഖണ്ഡ്. അതിൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന അതിൻ്റെ ഒരു മ്യൂസിയമാണ്. അങ്ങനെയാണ് ആൾക്കാർ പഠിച്ചുകൊണ്ടിരുന്നത്. അതിലൊന്ന് കയറി നോക്കാം. ഇപ്പോൾ എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ ബോറിംഗ് ആയിരിക്കും. ഇവിടുത്തെ ഭയങ്കര തിരക്കാണ്. കൺസ്ട്രക്ഷൻ തന്നെ ഭയങ്കര രസമാണ്. മുകളിലോട്ട് നോക്കി നല്ല നീല കളറിൽ വലിയ പില്ലറുകൾ എല്ലാമായിട്ട് ഒരു മ്യൂസിയമാണ്. മ്യൂസിയം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കാണുന്നത്. ഈ ഇതില്ലേ ഈ യൂണിവേഴ്സിറ്റി റഷ്യക്കാരുടെ സമയത്ത് പൊളിച്ചു കളഞ്ഞാണ്. മീൻസ് അവർ വന്നത് ഇതിൻ്റെ റൂഫെല്ലാം തകർത്ത് കളഞ്ഞായിരുന്നു. അതിന് ശേഷം റീബിൽറ്റ് ചെയ്തതാണിത്. അതുപോലെ അന്നത്തെ കാലത്ത് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെയാണ്: ഫിസിയോളജി, ലോജിക്ക്, ജിയോമെട്രി, ആസ്ട്രോണമി, ആൽജിബ്ര, മാത്തമാറ്റിക്സ്, പോയട്രി. അറബിക്ക് മസ്റ്റായിരുന്നു. കാരണം അന്ന് ഇവിടെ പേർഷ്യനും തുർക്കിഷ് ലാംഗ്വേജുമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവരെല്ലാവരും യൂണിവേഴ്സിറ്റിയിൽ അറബിക്ക് പഠിക്കണം നിർബന്ധമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞുള്ളത് പേർഷ്യൻ ഉണ്ടായിരുന്നു, ലോ ഉണ്ടായിരുന്നു, ഇസ്ലാമിക് സ്റ്റഡീസ് ഉണ്ടായിരുന്നു, ഹദീസ് ഉണ്ടായിരുന്നു, പിന്നെ ഖുറാനിക് കമൻട്രി ഉണ്ടായിരുന്നു, പിന്നെ മെഡിസിനും ഉണ്ടായിരുന്നു. ഇവിടെ ഇത്ര സാധനങ്ങളാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പണ്ടത്തെ ഇവിടുത്തെ ടീച്ചേഴ്സാണ്. അത് മദ്രസ ഖജോറ. പണ്ടത്തെ ടീച്ചേഴ്സിൻ്റെ ഇതാണ് പണ്ടത്തെ പഠിപ്പിക്കുന്ന രീതിയൊക്കെ. ഇങ്ങനെ ഇരുന്ന് ഒക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആദ്യം പറഞ്ഞ പോലെ മെഡിസിൻ വരെയും പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണിത്. ഇവിടെ ചില ആൾക്കാർ പഴയ രാജകുമാരികളുടെ വേഷമൊക്കെ കെട്ടി നിന്ന് അതിൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് അവിടെ. ഇതൊരു പ്രത്യേക രീതിയിലുള്ള ഇതാണ്, ശില്പകലയാണ്. ഗൈഡ് പറഞ്ഞതനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംസ് പ്രാർത്ഥിക്കുമ്പോൾ രണ്ടുപേരും രണ്ടുപേരും അല്ലേ രണ്ട് കൈയും ഇങ്ങനെ ചേർത്ത് പിടിക്കില്ലേ ഫേസിന് ഫ്രണ്ടിൽ. അതിന് അവിടെയുള്ള ഒരു പേരാണ്. ആ പേരെനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ രീതിക്കുള്ള ആർക്കിടെക്റ്റാണെന്നാണ് പുള്ളി പറഞ്ഞത്. നല്ല രസമാണ് അത് കാണാൻ. ഭയങ്കര പാടാണ് ആ പേര് പ്രൊണൗൺസ് ചെയ്യാൻ. പിന്നെ നാട്ടിലുള്ള ആർക്കെങ്കിലൊക്കെ അറിയായിരിക്കും. ഇവർ പറയുന്ന ആക്സെൻറ്റ് വെച്ചത് പ്രൊണൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഈ ഗൈഡിനോട് ചോദിച്ചു കഴിയുമ്പോൾ ദുവ ചെയ്യും പോലെ രണ്ട് കൈയും പിടിച്ച് ചെയ്യുന്നതാണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ആ സ്റ്റൈലിലുള്ള ശില്പരീതിയാണ് എന്നാണ് പറഞ്ഞത്. ഇമാൻ ബുഖാരിയുടെ ജന്മസ്ഥലവും പുള്ളി ജനിച്ചതും വളർന്നതും ഒക്കെ സമർഖണ്ഡിലാണ്. ഇമാൻ ബുഖാരി
ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ അകലെയാണ് ഇമാം ബുഖാരിയുടെ ജന്മസ്ഥലം. അങ്ങനെ ഈ യൂണിവേഴ്സിറ്റിയുടെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. നമ്മളിനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. അങ്ങ് വരെ നടക്കണം, ഇനി കുറേ നടക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറക്കം മൊത്തം ഉസ്ബെക്കിസ്ഥാൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ സമർക്കണ്ടി കൂടെയാണ്. അങ്ങനെ പഴയ യൂണിവേഴ്സിറ്റികളെല്ലാം കണ്ട് നമ്മൾ യാത്ര തുടരുകയാണ്. ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ വരുമ്പോഴാണ് നമുക്ക് ഹിസ്റ്ററിയും ഇവിടെ നടന്ന ചരിത്രമൊക്കെ പറയാൻ പറ്റുന്നത്. ഇപ്പോൾ ഗൈഡ് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. ഇതൊക്കെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് കേട്ടാലും ഇതെല്ലാം മറന്നു പോകും. പിന്നെ ഇരുന്നിരുന്ന് നമ്മൾ സെർച്ച് ചെയ്തും വായിച്ചും ഒക്കെ വേണം പഠിക്കാൻ, അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ വലിയ പാടാണ്. ഇനി ഇവിടെ സിൽക്കിൻ്റെ എക്സിബിഷനുണ്ട്. അതായത് സിൽക്ക് റൂട്ടിലെ മെയിൻ പോയിൻ്റ് ആണെന്ന് ആദ്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് കാണാൻ പോയേക്കാം. എക്സിബിഷൻ ഇപ്പം നമുക്ക് കയറാൻ സമയമില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. എക്സിബിഷൻ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ ഷോപ്പിലെ പോലത്തെ തുണികളുള്ളൂ. അപ്പം ആ തുണികൾ പിന്നെയും കാണാൻ പോയി സമയം കളയണ്ടെന്നുള്ള അഭിപ്രായം കാരണം നമ്മൾ നേരെ പോവുകയാണ് അടുത്ത സ്ഥലം. നമ്മൾ ആണുങ്ങൾ മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ട്രാവൽ ചെയ്ത് മാക്സിമം സ്ഥലങ്ങൾ കാണാനുള്ള പ്ലാനാണ്. നമ്മുടെ ട്രിപ്പ് എല്ലാം ഇങ്ങനെയാണ്. പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് സ്ഥലങ്ങളെല്ലാം കാണുന്നു, പോകുന്നു. അല്ലെങ്കിൽ ഇത്ര രാജ്യമൊന്നും കവർ ചെയ്യൽ നടക്കില്ല. എൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു ഗാർഡൻ ഉണ്ട്. ബോർഡുണ്ട്, വേൾഡ് കൾച്ചറൽ ടൂറിസം ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞ് സമർക്കണ്ട് എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ ഉണ്ട്. നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഈ സമർക്കണ്ടിനെ പറ്റിയൊക്കെ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. നമ്മൾ രാജസ്ഥാൻ സ്ക്വയർ കണ്ടു കഴിഞ്ഞു. അടുത്ത ഇനി അമൂർ തിമൂറിൻ്റെ ശവകുടീരം കാണാൻ പോവുകയാണ്. നമുക്ക് അത് കാണാൻ പോകാം ഇനി അടുത്തത്.